ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ഇലക്ട്രിക് എനർജി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ലെറ്റസ് എസ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഒരു ചാപ്റ്ററിനകത്ത് 10 ക്വസ്റ്റ്യൻസ് ആണ് നൽകിയിരുന്നത് അല്ലേ. അപ്പൊ അതിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ SSLC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ചോദ്യം കൂടിയാണ് ഈ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് SSLC സമയത്ത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എല്ലാവരും ഇക്വേഷൻ ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. An electric heater operating at 230 volt draws 2 ampere current. അതായത് ഒരു ഇലക്ട്രിക് ഹീറ്റർ ഉണ്ടായിരുന്നു, അതിന്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 230 വോൾട്ട് ആണ്, അതുപോലെ കറന്റ് 2 ആംപിയർ കറന്റ് ആണ്. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഹീറ്റർ? ഈ ഒരു ഹീറ്ററിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ മക്കളെ, നമുക്ക് ആദ്യം ചെയ്യാവുന്ന കാര്യം തന്നിട്ടുള്ള ഡാറ്റാസ് ആദ്യം ഇതിലേക്ക് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനകത്ത് നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? വോൾട്ടേജ് V എന്ന് പറയുന്നത് എത്രയാണ്? 230 വോൾട്ട് എന്ന് നൽകിയിട്ടുണ്ട്. ഓക്കെ, 230 വോൾട്ട്. അതുപോലെ I എന്ന് പറഞ്ഞാൽ കറന്റ് ആണ് അല്ലെ. കറന്റ് തന്നിട്ടുണ്ട് 2 ആംപിയർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. എത്രയാണ് തന്നിട്ടുള്ളത്? 2 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് അഥവാ R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ R കാണാനായിട്ട് നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഓംസ് ലോക്കകത്ത്. VIR എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു എന്ത് വരച്ചിട്ട്, ട്രയാങ്കിൾ വരച്ചിട്ട് ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? യെസ്, R കാണാനായിട്ട് V/I എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെ. യെസ്, അപ്പൊ നമുക്ക് ചെയ്യാം. R = V/I എന്ന് പറഞ്ഞതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 230 വോൾട്ട് ആണ്, ബൈ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പൊ 230/2 നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 115 ഓം എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. 115 ഓം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് ഞാൻ മുമ്പേ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാൽക്കുലേഷൻ കൃത്യമായിട്ട് ചെയ്യാത്തത്. നമുക്ക് ചെയ്യുക 230/2, 230ന്റെ പകുതി, അതായത് 115 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, 200ന്റെ പകുതി 100, അതുപോലെ 30ന്റെ പകുതി 15, അങ്ങനെ 115 ഓം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആൻസർ എഴുതണം കേട്ടോ. നിങ്ങൾ പലരും പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഇതിന്റെ യൂണിറ്റ് കൃത്യമായിട്ട് എഴുതാറില്ല. ഓക്കെ, അങ്ങനെ യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ മനസ്സിലാക്കണം മക്കളെ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ ചോദ്യം? യെസ്. ഇനി നമുക്ക് B ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. B ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. B ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. അവിടെ ഉണ്ടായിട്ടുള്ള ഹീറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വെൻ ദിസ് ഹീറ്റർ ഓപ്പറേറ്റ്സ് ഫോർ 10 മിനിറ്റ്, 10 മിനിറ്റ് നേരത്തേക്ക് ഈ ഒരു ഹീറ്റർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. എടാ മക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഹീറ്റ് കാണാൻ നിങ്ങൾ 3 ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ് ആ ഇക്വേഷൻ? യെസ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. H = I² RT എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ H = V²/R × T എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ H = VIT എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 3 ഇക്വേഷൻസ് ആയിരിക്കും നിങ്ങൾ ഇതുവരെ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. ഓക്കെ ആണല്ലോ. അതുപോലെ ഞാനൊരു എക്സ്ട്രാ ഇക്വേഷനും കൂടി ഹീറ്റ് കാണാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. അതായത് H = പവർ ഇൻറ്റു ടൈം. ഓക്കെ, പവർ ഇൻറ്റു ടൈം. ഇതും നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഈ ഒരു ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അത് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഈ VI എന്ന് പറയുന്നതാണ് ആക്ച്വലി പവർ. ഓക്കെ, അപ്പൊ നമുക്ക് ചില ക്വസ്റ്റ്യനുകളിൽ പവർ ഡയറക്ട്ലി തന്നിട്ട് സമയവും തന്നിട്ട് അത് വെച്ചിട്ട് ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പവർ ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് കിട്ടും. ഓക്കെ, അതൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഇക്വേഷൻ ആയിട്ട് നിങ്ങളിലേക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്രയേ ഉള്ളൂ. ഇവിടുത്തെ ഹീറ്റ് കണ്ടുപിടിക്കണം. എത്ര നേരത്തേക്ക്? 10 മിനിറ്റ് നേരത്തേക്ക് പ്രവർത്തിച്ച ഹീറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലായി, T എന്ന് പറഞ്ഞാൽ സമയമാണ് അല്ലെ. സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ മക്കളെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരിക്കലും നമ്മൾ കാൽക്കുലേഷൻ മിനിറ്റിൽ ചെയ്യാൻ പാടില്ല. എന്തിലേക്ക് മാറ്റണം? യെസ്, സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പൊ സെക്കൻഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? യെസ്, 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിലാണ് നമുക്ക് മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റുക.
ഓക്കെ, അപ്പോൾ 60 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇവിടുത്തെ സമയം കിട്ടുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റി, അപ്പോൾ നമുക്ക് 600 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഇവിടുത്തെ ഹീറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹീറ്റ് കാണാനായിട്ട് ഞാനിവിടെ എടുക്കുന്ന ഇക്വേഷൻ VIT എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. കാര്യം നമുക്കിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് V തന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ I തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ B ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് നമുക്ക് T കൂടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ Vയും Iയും Tയും അറിയാമെങ്കിൽ നമ്മൾ അറിയാവുന്ന ഇക്വേഷൻ ഏതാണ്? VIT എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആണ് അല്ലെ, V × I × T. അപ്പോൾ അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്ത് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ H = VIT. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ? 230 ആണ് അല്ലേ തന്നിരുന്നത്. 230 × I എന്ന് പറഞ്ഞാൽ 2 ആയിരുന്നു. ഇനി T എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, 600 ആണ് അല്ലേ. അപ്പോൾ നമുക്കത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? 23 × 2 എന്ന് പറയുമ്പോൾ 46 കഴിഞ്ഞിട്ട് ഒരു 0 × 600 അല്ലേ. നമുക്ക് സൈഡിൽ ചെയ്ത് നോക്കാം. അപ്പോൾ 46 × 6 ഇത് നിങ്ങൾ ചെയ്താൽ മതി. 6 36, 6 4 24, 24ഉം 3ഉം അല്ലേ 27 അല്ലേ. 2 7 6 0 0 2 7 6 0 0 0. ഇതാണോ നിങ്ങൾക്ക് കിട്ടിയത്? യെസ്, ഞാനിപ്പോൾ തന്നെ ചെയ്ത കാൽക്കുലേഷൻ ആണ് 276,000. ഓക്കെ, അതാണ് നമുക്ക് കൃത്യമായിട്ട് വരുന്ന ആൻസർ. ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാൽക്കുലേഷൻ ഇവിടെ സൈഡിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പുറകിലേക്ക് പോയിട്ട് കാണണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. H = VIT എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. എടാ മക്കളെ, ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ യൂണിറ്റ് നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. ഹീറ്റ് ആണല്ലോ നമുക്ക് കിട്ടിയത്, ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ ആണ്. അപ്പോൾ H = 276,000 ജൂൾ എന്ന് എഴുതി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? യെസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പവർ ഓഫ് ദിസ് അപ്ലയൻസ്? അപ്പൊ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ ഇക്വേഷൻ ആണ് പഠിച്ചു വെക്കേണ്ടത്. പവർ = VI. പഠിച്ചു വെച്ചോണേ മക്കളെ. പവർ = VI. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത, നമുക്ക് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ SSLCയുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 230 ആണ്, ഇൻറ്റു I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആംപിയർ ആണ്. ഓക്കെ, അതൊക്കെ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 230 × 2. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 460 വാട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവിടുത്തെ ആൻസർ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, 460 വാട്ട് എന്ന് പറഞ്ഞിട്ടാണ് നമുക്കിവിടെ ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് വരുന്ന ഇക്വേഷൻസ് ആണ്, അത് ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ് നിങ്ങളുടെ SSLC എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ, യെസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എ ഹീറ്റിംഗ് അപ്ലയൻസ് ഓപ്പറേറ്റ്സ് അറ്റ് 230 വോൾട്ട് സപ്ലൈ. ഒരു ഹീറ്റിംഗ് അപ്ലയൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് 230 വോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. കൺസ്യൂംസ് 2 ആംപിയർ കറന്റ്. അവിടുത്തെ കറന്റ് കൊടുത്തിട്ടുണ്ട് 2 ആംപിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ 5 മിനിറ്റ്? ഓക്കെ, 5 മിനിറ്റ് നേരത്തേക്ക് ഈ ഒരു അപ്ലയൻസ് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഹീറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എടാ മക്കളെ, നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം തന്നിട്ടുള്ള ഡാറ്റാസ് ഈ പറഞ്ഞ ആൻസർ ഷീറ്റിലേക്ക് എഴുതുക അല്ലേ. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്ന് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് കൃത്യമായിട്ട് എഴുതാം. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? വോൾട്ടേജ് തന്നിട്ടുണ്ട് 230 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ I തന്നിട്ടുണ്ട് അല്ലേ, കറന്റ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ആണ്, അതറിയാത്തവരുണ്ടോ? ഇല്ലല്ലോ. യെസ്, അപ്പോൾ I = 2 ആംപിയർ എന്ന് കിട്ടി. ഓക്കെ, ഇനി അതുപോലെ ടൈം തന്നിട്ടുണ്ട് 5 മിനിറ്റ് എന്ന്. എടാ മക്കളെ, ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കണക്ക്. എന്തിലേക്ക് മാറ്റണം? യെസ്, സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാ, അതുകൊണ്ടാണ് നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 6 5 30 300 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, 300 സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും.
ഇത്രയും കാര്യമാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടുത്തെ ഹീറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹീറ്റ്. അപ്പൊ ഹീറ്റ് കാണാനായിട്ട് നമ്മൾ കുറെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഒറ്റ ഇക്വേഷനെ നമുക്ക് ആവശ്യമുള്ളൂ. ഏത് ഇക്വേഷനാ? യെസ്, VIT എന്ന് പറഞ്ഞ ഇക്വേഷൻ. കാര്യം നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് വിയുടെ വാല്യൂ, ഐയുടെ വാല്യൂ, ടിയുടെ വാല്യൂ അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും H ഈക്വൽ ടു VIT എന്ന് പറഞ്ഞ ഇക്വേഷൻ, V ഇൻറ്റു I ഇൻറ്റു ടി. അപ്പോൾ VIT എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ ചെയ്തു. അപ്പോൾ 230 ഇൻറ്റു I എന്ന് പറഞ്ഞാൽ 2 ആംപിയർ ആണ്, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും 230 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 460 ആണ്, ഇൻറ്റു 300. അപ്പോൾ നമുക്ക് ചെയ്യാം സൈഡിൽ 46 ഇൻറ്റു 3 അല്ലെ, 3 18, 4 3 12, 13 അല്ലെ, 138 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? 3 പൂജ്യംസ് ഇട്ട് കൊടുക്കണം. ജൂളിലാണ് നമുക്ക് യൂണിറ്റ് വരിക. ഓക്കെ, അപ്പൊ 13.800 എന്ന് പറയുന്ന ജൂളാണ് നമുക്ക് അവിടെ ഹീറ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവർക്കും അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 138,000 ജൂൾ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എടാ മക്കളെ, പലരും ഈ ചോദ്യം വായിക്കുമ്പോൾ ഈ 5 മിനിറ്റ് എന്ന് വേർഡ്സിൽ എഴുതിയത് കൊണ്ട് 5 ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരും, അല്ലെങ്കിൽ സമയം തന്നിട്ടില്ല എന്നുള്ളത് വരും. കാര്യം നിങ്ങൾ SSLC പരീക്ഷ എഴുതുന്ന സമയത്ത് വളരെ കുറഞ്ഞ സമയമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകും. അപ്പോൾ വേർഡ്സിൽ എഴുതിയ കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇവിടെ 5 എന്ന് പറയുന്നത് വേർഡ്സിൽ, ഈ പറഞ്ഞ 5 എന്ന് എഴുതാതെ 5 എന്ന് എഴുതി തന്നേക്കുന്നത്. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്? തെറ്റരുത്. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ? യെസ്. എടാ മക്കളെ, നമുക്കിനി ബി ക്വസ്റ്റ്യൻ ചെയ്യണം. ബി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാ ഹീറ്റിന്റെ ഇക്വേഷൻസും ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് ഈസ് ദ എനർജി കൺസ്യൂംഡ് ബൈ ദിസ് അപ്ലയൻസ് ഇൻ 5 മിനിറ്റ് വൈൽ ഓപ്പറേറ്റിംഗ് 115 വോൾട്ട്? അതായത് ഇതേ ഡിവൈസിനെ തന്നെ നമ്മൾ 5 മിനിറ്റ് നേരത്തേക്ക് പ്രവർത്തിപ്പിച്ചു. എത്ര വോൾട്ടേജിൽ? 115 വോൾട്ടേജിൽ. ഓക്കെ, 115 വോൾട്ടേജിൽ 5 മിനിറ്റ് നേരത്തേക്ക് ഈ ഒരു ഡിവൈസിനെ പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന എനർജിയാണ് മക്കളെ ചോദ്യം. അപ്പൊ പലരും ആലോചിക്കും, എനർജി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, എന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ എനർജി എന്ന് പറയുന്നത്. എടാ, എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് എനർജിയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി ഹീറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരണം എന്നില്ല. നമുക്കിവിടെ എനർജി എന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക്കലി ഒന്ന് മനസ്സിലാക്കി എടുക്കണം, അവിടെ ഹീറ്റ് എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് ഹീറ്റ് എനർജി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടുത്തെ വോൾട്ടേജ് നമ്മൾ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പൊ വോൾട്ടേജ് മാറ്റിയ സമയത്ത് ഇവിടുത്തെ കറന്റ് മാറിയിട്ടുണ്ടാവും. ഓക്കെ, വോൾട്ടേജ് മാറ്റിയ സമയത്ത് കറന്റ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ വോൾട്ടേജ് മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കറന്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. കറന്റിൽ ഒരുപാടധികം മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. നമ്മൾ റെസിസ്റ്റൻസ് ആദ്യമേ കണ്ടുപിടിക്കുന്നു. ഇതിനകത്ത് വരുന്ന റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചു നോക്കണേ മക്കളെ. റെസിസ്റ്റൻസ് ഈക്വൽ ടു V/I എന്ന് പറഞ്ഞ ഓംസ് ലോഡ് ഇക്വേഷൻ നമ്മൾ എടുത്തു. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു 230 വോൾട്ടേജ് കൊടുത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? കറന്റ് 2 ആംപിയർ എന്ന് കിട്ടിയത് അല്ലെ? 230 വോൾട്ടേജ് കൊടുത്തപ്പോൾ കറന്റ് 2 ആംപിയർ എന്ന് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ഈക്വൽ ടു V/I എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. വിക്ക് പകരം 230 കൊടുത്തു, ഐക്ക് പകരം 2 എന്ന് കൊടുത്തു. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നതാണ്? റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടാണ് ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 230/2 എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 115 ഓം എന്നാണ് കിട്ടുക കേട്ടോ. 115 ഓം. അപ്പോൾ നമുക്ക് മനസ്സിലായി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 115 ഓം എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡയറക്ട്ലി നമ്മുടെ ഹീറ്റിന്റെ ഇക്വേഷനിലേക്ക് ചെയ്തു കൊടുക്കുന്നു. ഹീറ്റിന്റെ ഇക്വേഷൻ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. H ഈക്വൽ ടു V²/R ഇൻറ്റു ടി. നമ്മളിവിടെ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. V²/R ഇൻറ്റു ടി എന്ന് പറഞ്ഞ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. കാര്യം നമുക്കിവിടെ V അറിയാം, അതുപോലെ തന്നെ R അറിയാം, അതുപോലെ തന്നെ ടിയും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ V എന്ന് പറയുന്നത് മക്കളെ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന V 115 ആണ് കേട്ടോ. എന്താണ്? 115 ആണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും 115 സ്ക്വയർ. ഓക്കെ, V² എന്ന് പറഞ്ഞാൽ 115 സ്ക്വയർ ബൈ
R എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് 115 തന്നെയാണ് അല്ലെ. രണ്ടിന്റെ വാല്യൂ 115 ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ക്വസ്റ്റ്യനിൽ പറയുന്നു ഇനി എടുക്കേണ്ട വോൾട്ടേജ് 115 ആണ് അല്ലെ. നമുക്കിവിടെ റെസിസ്റ്റൻസ് ചെയ്തപ്പോഴും കിട്ടിയത് 115 ആണ്. അപ്പോൾ പലരും അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റിക്കരുത്. നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. V² എന്ന് പറഞ്ഞാൽ 115² ബൈ R എന്ന് പറഞ്ഞാൽ 115. അപ്പോൾ നമുക്ക് ചെയ്യാം 115 ഇൻറ്റു T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 300 സെക്കൻഡ് ആണ് അല്ലെ. 300 സെക്കൻഡ്. അതെങ്ങനെയാ 300 സെക്കൻഡ് കിട്ടിയത്? എടാ 5 മിനിറ്റാ. 5 മിനിറ്റിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 5 × 60 നമുക്ക് 300 കിട്ടണം. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് നോക്കൂ. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 115 × 115. അതാണല്ലോ 115² എന്ന് പറയുന്നത് ബൈ 115. അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. എന്ത് പറ്റൂടാ? 115നെ കട്ട് ചെയ്ത് കളഞ്ഞൂടെ? യെസ്, കളയാലോ. 115 115 കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യം 115 × 300 എന്ന് പറഞ്ഞ് മാത്രമേ നമുക്ക് വരുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ സൈഡിൽ ചെയ്ത് നോക്കാൻ പോവാണ്. 115 × 3 ആദ്യം ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കിട്ടും, എത്ര കിട്ടൂടാ? യെസ്, 15. ഇവിടെ എന്ത് കിട്ടും? 4 കിട്ടും. ഇവിടെ 3 കിട്ടും. അപ്പൊ നമുക്ക് കിട്ടി 3 4 5 എന്ന് പറഞ്ഞിട്ട് കിട്ടി. 3 4 5 കഴിഞ്ഞിട്ട് 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക. അതായത് 34,500 ജൂളാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ കൺസെപ്റ്റ് അറിയുന്ന കുട്ടികൾക്കാണ് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് നമ്മൾ എന്താ ചെയ്തത്? ആദ്യമേ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തു. ആ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് 230 വോൾട്ട് ആയിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു അല്ലെ. 230/2 ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റെസിസ്റ്റൻസ് 115 ഓം എന്ന് കിട്ടി. ഈ 115 ഓമിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ 115 ഓം എന്ന് വെച്ച് കൊടുത്തത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വോൾട്ടേജ് 115 തന്നെയാണ്. അവിടെ കിട്ടിയ റെസിസ്റ്റൻസും എന്ത് തന്നെയാണ്? 115 ആണ്. എല്ലാ വാല്യൂസും നിങ്ങൾ ഈ പറഞ്ഞ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഉത്തരം കിട്ടും. കാൽക്കുലേഷൻ അറിയാത്തവർക്ക് പോലും ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ട് അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാർക്ക് കിട്ടും. ഓക്കെ, എക്സാമിന് നിങ്ങൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, കാൽക്കുലേഷൻ ഒരുപക്ഷെ തെറ്റിപ്പോയാലും ഇക്വേഷൻ എഴുതി വെക്കാനായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ പരീക്ഷയ്ക്ക് മറക്കരുത്. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ 100% നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. നിങ്ങളുടെ SSLC എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ന്യൂമറിക്കൽ ഹീറ്റ് കാണാനായിട്ടുള്ളത്. അത് ഞാൻ ഷുവറായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നു. SSLCക്ക് ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്നല്ല, 230 വോൾട്ടിൽ തന്നെ വരുന്ന മറ്റൊരു കാൽക്കുലേഷൻ ഒരു പക്ഷെ 5 മിനിറ്റിന് പകരം വല്ല 10 മിനിറ്റൊക്കെ മാറ്റിയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കണ്ടന്റുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.